ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാശ്രീ വ്ലോഗ്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാശ്രീ. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഫസ്റ്റ് എവിക്ഷനിലൂടെ നമ്മുടെ രതീഷ് പുറത്തു പോയി എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പരക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ പറ്റി ഇനിയും ഒരു വ്യക്തമായിട്ടില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. ഇജക്റ്റ് ആയതാണോ അതോ എവിക്റ്റ് ആയതാണോ അതിന് രതീഷ് ക്വിറ്റ് ചെയ്ത് പോയതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞൊരു വിവരം എന്ന് പറയുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എവിക്ഷൻ തന്നെയാണ് രതീഷിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെയുള്ള പ്രൊമോ വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രതീഷ് എന്ന കണ്ടസ്റ്റൻറ്റിന് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വോട്ട് അത്രത്തോളം കുറവാണ് എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അൺഒഫീഷ്യൽ സൈറ്റുകളിലെ വോട്ടിംഗ് റിസൾട്ട് വെച്ചിട്ടായാലും പോൾ റിസൾട്ടുകൾ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ രതീഷിനെ അപേക്ഷിച്ച് വളരെയധികം വോട്ടുകൾ കുറവായ ഒരുപാട് കണ്ടസ്റ്റൻസ് നിലവിൽ അവിടെ തുടരുന്നുണ്ട്. അവരൊന്നും എവിക്റ്റ് ആവാതെ രതീഷ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എവിക്റ്റ് ആയി എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാനാവുന്നില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. പക്ഷേ ചില കോൺട്രവേഴ്സികൾ എല്ലാ സീസണുകളിലെ പോലെ ഈ ഒരു സീസണിലും തുടക്കത്തിൽ തന്നെ ഉണ്ടായി. അതായത് നമ്മുടെ സുരേഷിന് ഗേ എന്നുള്ള പരാമർശം നടത്തി എന്നുള്ളതിനെ തുടർന്ന് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള പരാമർശം അതിന് മേലാണ് നമ്മുടെ രതീഷിനെ എവിക്റ്റ് ആക്കുന്നത് എന്നുള്ളൊരു വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ തീർച്ചയായും അത് ഇജക്റ്റ് മാത്രമേ ആവുകയുള്ളൂ, ഒരിക്കലും എവിക്ഷൻ പ്രോസസ്സിൽ വരില്ല. എന്തായാലും ഇന്ന് നമുക്ക് അറിയാനായി സാധിക്കും രതീഷ് പക്ഷേ നിലവിലിപ്പോൾ അവിടെ ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥിയായി ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏത് രീതിയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും രതീഷ് വിട പറയുന്നത് എന്നുള്ളതിന് നമുക്ക് എന്തായാലും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു ഒരു സീക്രട്ട് റൂമിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്കിലൂടെ വീണ്ടും രതീഷ് റീ എൻട്രി നടത്തണം എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം രതീഷ് എന്നുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയ ഒരാഴ്ചത്തോളം വെറുതെയാണെങ്കിലും മറ്റുള്ളവരെ ചൊറിഞ്ഞാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ്. നമ്മൾ മുൻപുള്ള വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട് രതീഷിൻ്റെ നാവ്, ആ ഒരു നാവ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന ചില പദപ്രയോഗങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ബിഗ് ബോസ് മലയാളം സീസൺ 6 നല്ലൊരു സ്ഥാനത്ത് എത്താൻ പറ്റും എന്ന് നമ്മൾ ഇന്നലെയുള്ള വീഡിയോയിലും കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ബിഗ് ബോസ് രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ആർക്കായാലും ഒരു തെറ്റ് പറ്റും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ബിഗ് ബോസ് എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. കോടിക്കണക്കിന് പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ആ ഒരു ഷോയിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താണ് ഇനി നടക്കാൻ പോകുന്നത്. രതീഷ് സീക്രട്ട് റൂമിലേക്കാണോ അതോ ഇനി ഇജക്റ്റ് ആയതാണോ എവിക്റ്റ് ആയതാണോ, എന്തായാലും ആ ഒരു തീരുമാനങ്ങൾക്കായി ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും.